JMA കേരള സ്റ്റേറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സംപൂജ്യരായ ഗുരുജനങ്ങളെ, JMAയുടെ സംസ്ഥാന സമ്മേളനം YMC ഹാളിൽ നടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മുടെ അധ്യക്ഷനായ MP ദിവാകരൻ സാറിനാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും JMAയുടെ പേരിലും നിങ്ങളുടെ എല്ലാ പേരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത് സ്വാഗതം പറയുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെ വളരെയേറെ നല്ലൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വനവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറിനാണ്. ഇപ്പോൾ ശശീന്ദ്രൻ സാറിന് എൻ്റെ പേരിലും JMAയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മിസോറാമിൻ്റെ മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ സാറിനെയും എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും JMAയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പഴയ കാലത്തെ മന്ത്രിയും പട്ടൂർക്കാവിൻ്റെ അഭിമാനമായ MLAയുമായിരുന്ന ലോക്സഭ മുൻ മെമ്പറുമായിരുന്ന ശ്രീ K മുരളീധരൻ സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും JMAയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്താം എന്ന് സമ്മതിച്ച ശ്രീ അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA അവർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനും എൻ്റെ പേരിലും JMAയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാർ, അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനും എൻ്റെ പേരിലും JMAയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ശ്രീജിത്ത് സാർ IPS, അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും JMAയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ നാഷണൽ പ്രസിഡൻറ്റ് വൈശാഖ് സുരേഷ് അവറുകളെ എൻ്റെ പേരിലും JMAയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നാഷണൽ സെക്രട്ടറി അസീസ് അഹമ്മദ് അവർക്കും എൻ്റെ പേരിലും JMAയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ആശംസ അർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും JMAയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും വരുന്ന വർഷം നന്മയുടെ, സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ നല്ല ഒരു കാലമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനും ആദരണീയനും JMA സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനുമായ വനം, വന്യജീവി സംരക്ഷണ മന്ത്രി AK ശശീന്ദ്രൻ അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിശ്ചിത നേതാവും മിസോറാം ഗവർണർ എന്ന നിലയിൽ ആ മഹോന്നത പദവിക്ക് തിലകം ചാർത്തിയ ശ്രീ കുമ്മനം രാജശേഖരൻ, കേരളത്തിൻ്റെ രാഷ്ട്രീയ പുത്രനും ഇന്ദിരാഭവൻ്റെ പെരുന്തച്ഛനായും തൊടുന്നതൊക്കെ പൊന്നാക്കുന്ന പ്രതിഭയായും വിളങ്ങുന്ന മുൻ നിയമസഭാംഗവും പാർലമെൻറ്റ് അംഗവുമായ ശ്രീ K മുരളീധരൻ, അദ്ദേഹം വന്നിട്ടില്ല, ജസ്റ്റിസ് MR ഹരിഹരൻ നായർ, നമ്മുടെ JMAയുടെ ദീപാത്മാവും പരമാത്മാവുമായ വൈശാഖ് സുരേഷ്, കേരള ജനറൽ സെക്രട്ടറി G കൃഷ്ണകുമാർ,
ഗന്നസ് അലിയാർ മഹി. ഇന്ന് ഞങ്ങൾ JMA പ്രവർത്തകർക്ക് അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമാണ്. 2020 ഔദ്യോഗിക രജിസ്ട്രേഷനോടെ JMA പിറന്നതെങ്കിലും ഇന്നാണ് ആദ്യ സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുക്കാനായത്. കാരണം മാധ്യമരംഗത്ത് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം ചായ്വുകൾക്കും ബാഹ്യ പ്രേരണകൾക്കും അതീതമായി കളങ്കമറ്റതും നീതിയുക്തവും സുശക്തവുമായ ഒരു സംഘടനാ അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന പ്രവൃത്തിയിലായിരുന്നു ഞങ്ങൾ. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ JMAGC ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ ഗ്രീവൻസ് കൗൺസിലിന് കഴിഞ്ഞു വന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ JMAGCയിൽ അംഗത്വമെടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പ്രിൻ്റഡ് വിഷ്വൽ മാധ്യമങ്ങളെപ്പോലെ നിയമാനുസൃതം പ്രവർത്തിക്കാനാകും. അച്ചടി ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയാണിത്. മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും വേണ്ടി JMA എന്നും ജാഗരൂകരായിരിക്കും. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സുശക്തമായ സംഘടനാ സാന്നിധ്യമുള്ള JMA ഇന്ന് രാജ്യത്തെ മാധ്യമ പ്രവർത്തകരുടെ അഭിമാന സ്തംഭമാണെന്ന് എന്നതിൽ തർക്കമില്ല. നമസ്കാരം. ഉദ്ഘാടനത്തിനായി ബഹുമാന്യനും ആദരണീയമായ മന്ത്രിയെ ശശീന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. മലനാടും ഇടനാടും തീരനാടും സ്വപ്നഭൂമിയാക്കിയ കേരളം, കേരളത്തിൻ്റെ എക്കാലത്തെയും പൈതൃക സ്വത്ത് കാടും കടലോരവും പുഴയോരങ്ങളുമാണ്. വനങ്ങളും പുഴകളും നിറഞ്ഞ ആവാസ വ്യവസ്ഥയെ, പരിസ്ഥിതിയെ കണ്ണായി കാക്കുന്ന വനം വന്യജീവി പരിസ്ഥിതികാര്യമന്ത്രി ശ്രീ AK ശശീന്ദ്രൻ. ഏറെ ബഹുമാനത്തോടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, JMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MB ദിവാകരൻ, സ്വാഗതം ആശംസിച്ച ശ്രീ ത്രിലോചനൻ, ഈ പരിപാടിയിലെ വിശിഷ്ടാതിഥികളായ മിസോറാമിലെ മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ, നമ്മുടെ വട്ടിയൂർക്കാവിലെ MLAയും വടകരയിലെ MAയും ഒക്കെയായി പ്രവർത്തിച്ച വ്യക്തി എന്നതിലുപരി കേരളീയ രാഷ്ട്രീയത്തിലെ ചെറുതും വലുതുമായ സംഭവ വികാസങ്ങളിൽ തനതായ ശൈലിയിലൂടെ ഇടപെടലുകൾ നടത്തുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രീ K മുരളീധരൻ, നാഷണൽ പ്രസിഡന്റ് വൈശാഖ് സുരേഷ്, അസീസ് അഹമ്മദ് തുടങ്ങി ഈ വേദിയിലും സദസ്സിലുമായി സന്നിധരായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാർ, കേരള സംസ്ഥാനത്തിനും അപ്പുറം ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റുകളുടെയും
മീഡിയ പ്രവർത്തകരുടെയും ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് JMA എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന. ആ സംഘടനയുടെ കേരള സ്റ്റേറ്റ് സമ്മിറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. മാധ്യമരംഗം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അവർ ചെയ്തു തീർക്കേണ്ട കടമകളും സംബന്ധിച്ച് വലിയ തോതിലുള്ള ചർച്ചകളും വിവാദങ്ങളും നടക്കുന്ന കാലമാണിത്. ഒപ്പം തന്നെ അവർ സ്വീകരിക്കുന്ന വിമർശനാത്മകമായ നിലപാട് പോലെ തന്നെ അവരുടെ നിലപാടുകളെയും വിമർശനാത്മകമായി കാണുന്ന ഒരു പ്രവണതയും ശക്തിപ്പെട്ടിട്ടുണ്ട്. അത് ആരോഗ്യകരമായ ഒരു ഇടപെടലാണ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പരസ്പരം വിമർശിച്ചും ക്രിയാത്മകമായ തിരുത്തലുകളിലൂടെ നവീകരിച്ചും സമൂഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത കാവലാളുകളായി പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നിടത്താണ് മാധ്യമധർമ്മം പാലിക്കപ്പെടുക. വിമർശകന്മാരാണെങ്കിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നിങ്ങളെ നയിക്കുന്ന ഉടമസ്ഥന്മാർ, മാധ്യമങ്ങളുടെ ഉടമസ്ഥന്മാർ, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കേണ്ടത്, അല്ല സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന തർക്കവും നിലവിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഭിന്നമായി മാധ്യമലോകത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനും രണ്ട് സമാന്തര രേഖകൾ പോലെ രണ്ട് ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ സൂചിപ്പിച്ച മാധ്യമ മുതലാളിമാർ, മറ്റൊന്ന് ഭരണകൂടങ്ങൾ. അപ്പോൾ ഇങ്ങനെ ധാരാളം സങ്കീർണതകൾ നിറഞ്ഞ ഒരു മേഖലയാണ് പത്രപ്രവർത്തന മേഖല. നമ്മളിപ്പോൾ വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നവരാണോ വാർത്തകൾ സൃഷ്ടിക്കുന്നവരാണോ? ആരാണ്? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ കണ്ടെത്തിയാൽ മതി, ഞാൻ പറയുന്നില്ല. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പത്രധർമ്മത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അതിപ്പോൾ നല്ലൊരു കലയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം പലപ്പോഴും വിവാദ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു നേതാവാണല്ലോ കെ മുരളീധരൻ. അദ്ദേഹത്തെപ്പോലൊരു സാധുവൊന്നുമല്ല. അദ്ദേഹത്തോട് നിങ്ങളൊന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, അദ്ദേഹം പ്രതികരിക്കുക. അദ്ദേഹം ആലോചിക്കാത്തൊരു കേസായിരിക്കും. പിന്നെ എന്താണ് മുരളീധരൻ ഇങ്ങനെ പറഞ്ഞല്ലോ ശശീന്ദ്രനെ പറ്റി. അപ്പം ഞാനത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ കണക്ട് ചെയ്യട്ടെ. എന്താണ് ഒന്ന് അതിന് പറയാം, ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ എന്നാണ്. ഇവർ നടത്തുന്ന ചർച്ചയിൽ എന്താണെന്നറിയാത്ത നമ്മളെ അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പം അത് പലപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് അറിയാതെ. വിവാദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഹരത്തിൽ രമിക്കുന്നവരല്ല യഥാർത്ഥ മാധ്യമപ്രവർത്തകന്മാരെന്ന ഒരു വിഷയം സൂചിപ്പിക്കാനാണ് ഇതിലൂടെ ഞാൻ ശ്രമിക്കുന്നത്.
ഇന്ന് നാം വായിക്കുന്ന വർത്തമാന പത്രങ്ങളിൽ ഏറ്റവും വിശ്വസനീയമെന്ന് പൊതുവെ കരുതുന്ന പത്രം ഏതാണ്? ഇംഗ്ലീഷും മലയാളവും കൂടി. എൻ്റെ ധാരണ ദ ഹിന്ദുവാണ്. അവരുടെ ഭാഗത്തൊന്നും വീഴ്ചകളില്ല എന്നല്ലല്ലോ അതിനർത്ഥം. പക്ഷേ ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ആ വിശ്വാസ്യതയുടെ സംരക്ഷണം അവർക്ക് ഒളിമങ്ങാതെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മറ്റുള്ളവർ ആലോചിക്കേണ്ടത്. അപ്പോൾ വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെയും മാധ്യമധർമ്മത്തിൻ്റെയും കാതൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവ സംരക്ഷിക്കാനുള്ള എളിയ ശ്രമം കൂടി വാർത്തകൾ സൃഷ്ടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നടക്കുന്ന പ്രാധാന്യം പോലെ തന്നെ നിങ്ങൾ കൽപ്പിക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് മഹനീയമായ അധ്യക്ഷവേദിയെ സാക്ഷി നിർത്തി ഇത്തരത്തിലുള്ളൊരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ആഹ്ലാദകരമായ ഒരു നവവത്സരാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വളരെ തിരക്കുകൾക്കിടയിലും ജെഎംയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാനനായ മന്ത്രി ശ്രീ എ.കെ. ശശീന്ദ്രൻ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജെഎംയുടെ സുവനീർ റിലീസ് നമ്മുടെ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ അവർ നിർവഹിക്കുന്നതാണ്. സുവനീർ ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നായർ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ഈ വേദിയിലെ അധ്യക്ഷനുമായ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ എം.പി. ദിവാകരൻ സാർ ഒരിക്കലൊരു തലക്കെട്ടെഴുതി, കുമ്മനം പൊന്മനമെന്ന്. അതേക്കാലത്തും ശരിയാണ്. നിലയ്ക്കൽ സമരവേദിയിലൂടെ സാംസ്കാരിക കേരളത്തിന്റെ സനാതന ധർമ്മ സംസ്കാരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ശ്രീ കുമ്മനം രാജശേഖരൻ, കോട്ടയത്തെ ചെറുഗ്രാമമായ കുമ്മനത്തെ ലോകശ്രദ്ധയിലെത്തിച്ച ജനനായകൻ, ബിജെപിയുടെ ദേശീയ നേതാവായി രാജ്യം നിറഞ്ഞ പൊതുപ്രവർത്തകൻ, മിസോറം എന്ന സംസ്ഥാനത്തിന്റെ ഗവർണറായി ആ മഹോന്നത പദവിക്ക് പൊൻതൂവൽ ചാർത്തിയ ആചാര്യൻ ശ്രീ കുമ്മനം രാജശേഖരൻ, അങ്ങേ ഞങ്ങൾ ജെഎംയുടെ സുവനീർ പ്രകാശനത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം.പി. ദിവാകരൻ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ.കെ. ശശീന്ദ്രൻ അവർ, ലോഗോ പ്രകാശനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ ലോക്സഭാംഗം ശ്രീ കെ. മുരളീധരൻ അവർ, ഇവിടെ പ്രസംഗം നടത്തുന്ന ജസ്റ്റിസ് എം.ആർ. ഹരിഹരൻ നായർ, മറ്റ് വിശിഷ്ടാതിഥികൾ, സന്നിധിയിലായിരിക്കുന്ന പ്രതിനിധികൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ ജെഎംയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും വിവരങ്ങൾ അറിയിക്കുന്ന ചുമതല ഏറ്റെടുക്കുന്നവരാണ് ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. അറിയിക്കുകയുമാണ് അവരുടെ ചുമതല. ജനാധിപത്യത്തിൻ്റെ 4 നെടുന്തൂണുകളിൽ വളരെ സുപ്രധാനമാണ് മാധ്യമം. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും ഒക്കെ പോലെ തന്നെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. കാരണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. മാധ്യമങ്ങളെ കൊന്നു കൊഴിച്ചു മൂടുന്ന സന്ദർഭങ്ങളിൽ പിന്നീട് അവിടെ ഉണ്ടാകുന്നത് വെറും ഏകാധിപത്യമാണ്. രാഷ്ട്രത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ എപ്പോഴും ജനങ്ങളുടെ വിശാലമായ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ കഴിയുന്ന
മാധ്യമപ്രവർത്തനം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കിന്ന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരു ദിനപത്രം അച്ചടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് തലേദിവസത്തെ വാർത്തകളാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കാൻ പറ്റൂ. ദൃശ്യമാധ്യമങ്ങൾ അപ്പോഴപ്പോഴുള്ള വാർത്തകൾ തരുമെങ്കിലും ആ ദൃശ്യമാധ്യമത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയൂ. കാരണം അത് ദൃശ്യമാണ്. പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെപ്പോഴും സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ അപ്പോഴപ്പോൾ ജനങ്ങളുടെ കൈകളിലെത്തിക്കുന്ന, അവരെ വിവരമറിയിക്കുന്ന ചുമതലയാണ് അവർക്ക്. അതുകൊണ്ടിന്ന് നമ്മുടെ പൊതുജീവിതത്തിൽ വളരെ അനിഷേധ്യമായ, അനിവാര്യമായ ഒരു വലിയ പങ്കാണ് ഈ മേഖല നിർവഹിച്ചു വരുന്നത്. മാധ്യമങ്ങളെക്കുറിച്ച് പലതരത്തിൽ പല നിലയിൽ വിലയിരുത്തുന്നവരുണ്ട്, സമീപിക്കുന്നവരുണ്ട്, കാഴ്ചപ്പാടുള്ളവരുണ്ട്. പക്ഷെ അതെന്തായിരുന്നാലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനങ്ങളുടെ വിശാലമായ താല്പര്യങ്ങളാണ് നമുക്ക് വലുത്. എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ നൽകി ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പ്രവർത്തന രംഗത്ത് ഒട്ടും ആശാസ്യമല്ല. നമുക്ക് നമ്മുടെ മുന്നിൽ ജനങ്ങളുണ്ട്. ജനങ്ങളാണെൻ്റെ ദൈവം. രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് ഏറ്റവും വലുത്. രാഷ്ട്രമില്ലെങ്കിൽ, ജനങ്ങളില്ലെങ്കിൽ മാധ്യമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് കയ്യടി കിട്ടാനോ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചെടുത്ത് തങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാനോ മാത്രം മാധ്യമങ്ങളെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. നാട്ടിൽ നടക്കുന്ന നല്ല നല്ല വികസന പ്രവർത്തനങ്ങളുണ്ട്. നാട്ടിൽ നടക്കുന്ന വളരെയേറെ ജനക്ഷേമകരങ്ങളായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ, സംഭവങ്ങൾ, വാർത്തകളുണ്ട്. പലതും ഇന്ന് കുഴിച്ചു മൂടപ്പെടുകയാണ്, തമസ്കരിക്കപ്പെടുകയാണ്. പലതും അറിയുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, അവരുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും ഉതകുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷെ അതൊക്കെ മൂടി വയ്ക്കപ്പെടുകയാണ്. വിവാദങ്ങളുടെ പിന്നാലെ ഉള്ള ഈ നെട്ടോട്ടത്തിൽ ഇവിടെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടി മരിക്കുന്നതും യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയേണ്ട വാർത്തകളാണ്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ വിവാദങ്ങളെക്കാൾ നാം ഇഷ്ടപ്പെടേണ്ടത് സംവാദങ്ങളെയാണ്. സംവാദം എപ്പോഴും നല്ലത് തന്നെയാണ്. പല വിധത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ്, ഒരു വിഷയത്തിന്മേൽ വിവിധങ്ങളായ, വ്യത്യസ്തങ്ങളായ, വിഭിന്നങ്ങളായിട്ടുള്ള വാദഗതികൾ മുന്നോട്ടേക്ക് വെക്കുകയും തലനാരിഴ കീറി അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വിമർശനാത്മകമായി ഓരോ വിഷയങ്ങളെയും സമീപിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ആരും വിമർശിക്കപ്പെടരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വിമർശനങ്ങൾ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നത് കാണാതെ പോകാനും വയ്യ. എപ്പോഴും ഈ നിഷിദ്ധ വാർത്തകൾ മാത്രം കൊടുത്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമം അത് നമ്മെ ഒരു സ്ഥലത്തും കൊണ്ട് എത്തിക്കില്ല. നമ്മുടെ പ്രവർത്തനം സ്വോദ്ദേശപൂർണ്ണമാവണം. ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളാണ് വാസ്തവത്തിൽ ബഹുജനാഭിപ്രായം സ്വരൂപിക്കുന്നു. അതിൽ വലിയ പങ്കുണ്ട്.
അതോടൊപ്പം തന്നെ ബഹുജന മനസ്സാക്ഷിയെ ഉണർത്തുന്നതും അവരാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ, സാമൂഹ്യ വിപത്തുകൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയണം. ഒരു നിർവചനമുണ്ട്, ശരിയാണ്, ന്യൂസ് ഈസ് സംതിങ് ന്യൂ. എപ്പോഴും പുതിയൊരു കാര്യമായിരിക്കണം പറയേണ്ടത് എന്ന് വാശി പിടിച്ചാൽ പഴയതിൽ ഒരർത്ഥവുമില്ല എന്നൊരർത്ഥം അതിന് കൽപ്പിക്കരുത്. നാം ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ജനമനസ്സുകളെ മുഴുവൻ തന്നെ ആകർഷിക്കാൻ കഴിയുന്ന, ജനങ്ങളെ മഥിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ആഴങ്ങളിലേക്ക് കടന്ന് അവയെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ ഒരു ഗവേഷണാത്മകമായ പത്രപ്രവർത്തനം വളരെ അനിവാര്യമാണ്. നമ്മൾ വാർത്തകൾക്ക് വേണ്ടി നെട്ടോട്ടമിടുമ്പോൾ മറന്നു പോകരുത്, നമ്മുടെ നാടും ജനങ്ങളുമാണ് വലുത്. അവരുടെ ക്ഷേമവും ഉയർച്ചയും പുരോഗതിയുമാണ് നാം കാക്ഷിക്കുന്നത് എന്ന ഉറച്ച നിലപാടോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ JMAയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം അത് വരും കാലങ്ങളിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുന്നതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ സംഘാടകർ എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാനിതിൻ്റെ പ്രവർത്തന മണ്ഡലവും പ്രവർത്തന രംഗവും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അസംഘടിതരായി കഴിഞ്ഞിരുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒരേ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഈ രംഗം സാർത്ഥകമാക്കാൻ, അർത്ഥസമ്പൂർണമാക്കാൻ നടത്തുന്ന ഈ JMAയുടെ എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ ഭാവുകങ്ങൾ നേരുന്നു. ഈ സോവിനിർ ഇവിടെ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്തേ. JMAയുടെ സുവനീർ പ്രകാശന കർമ്മം നിർവഹിക്കുകയും അതോടൊപ്പം മഹത്തായ ഒരു സന്ദേശവും നൽകിയ ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരൻ അവർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കുമ്മന സാറിനോടൊരു അപേക്ഷയുണ്ട്. ഇവിടെ 3 പേർക്ക് മൊമെൻ്റോ നൽകണം, അതിന് സഹായിക്കണം. ആദ്യമായിട്ട് മൊമെൻ്റോ ഏറ്റുവാങ്ങാൻ അബ്ദുൽ സലാം സി, ഡയറക്ടർ സംഘം ഗ്രൂപ്പ്, കണ്ണൂർ. അടുത്ത VR ബാബുരാജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, കേരള. അടുത്ത സുൽഫിക്കർ സുബൈർ, ഫൗണ്ടർ ആൻഡ് എഡിറ്റർ, അന്വേഷണം. അജിമോൻ റാവുത്തർ, മാനേജിംഗ് ഡയറക്ടർ, ഫ്ലൈ മാക് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നന്ദിയുണ്ട് സാർ. താങ്ക് യു. അടുത്തതായി നമ്മുടെ JMAയുടെ ലോഗോ ലോഞ്ചിങ് ചടങ്ങാണ്. ഈ ചടങ്ങ് നിർവഹിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറെ ബഹുമാനായ ഒരു വ്യക്തിയാണ്, ശ്രീ K. മുരളീധരൻ. കേരളക്കരയുടെ രാഷ്ട്രീയ പുത്രൻ, മലയാളികളുടെ ആദരവ് നേടിയ ജനനായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇന്ദിരാഭവൻ എന്ന ആസ്ഥാനം ഒരുക്കിയ പെരുന്തച്ചൻ, ആദരണീയനായ ശ്രീ K. മുരളീധരൻ
നിയമസഭാ സാമാജികനായും പാർലമെന്റേറിയനായും മഴവിൽ വർണ്ണങ്ങൾ നാമത്തിൽ അലങ്കൃതനാക്കിയ നേതാവ് അങ്ങയെ കേരളം ഒന്നാകെ ശിരസിലേറ്റിയിരിക്കുന്നു. ബഹുമാന്യനായ ശ്രീ കെ മുരളീധരൻ അങ്ങയെ ജെഎംഇയുടെ ലോഗോ പ്രകാശനത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MB ദിവാകരൻ, സ്വാഗതം പറഞ്ഞ ശ്രീ ത്രിലോചനൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, മുൻ മിസോറം ഗവർണറും BJPയുടെ അഖിലേന്ത്യാ നേതാവുമായ ശ്രീ കുമ്മനം രാജശേഖരൻ, ജസ്റ്റിസ് മിസ്റ്റർ MR ഹരിഹരൻ നായർ, പ്രസിഡന്റ് നാഷണൽ സെക്രട്ടറി പ്പെടുത്തുന്ന ശ്രീ സുരേഷ് കുമാർ, പ്രിയ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയാണ് ജേർണലിസ്റ്റ് മീഡിയ അസോസിയേഷൻ്റെ നിങ്ങളോടൊപ്പം വേദി പങ്കിടുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില പ്രഭാഷണങ്ങളിലൂടെ നടന്നു കഴിഞ്ഞു. ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മാധ്യമങ്ങളുടെ വിമർശനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പൊതുരംഗത്തുള്ളവരും ഗവൺമെൻറ്റും ജനപ്രതിനിധികളും വിമർശിക്കപ്പെടും. അത് വിമർശിക്കപ്പെടുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു ക്രിറ്റിസിസമാണ് സാധാരണ പത്രങ്ങളിൽ വരാം. അങ്ങനെ വിമർശിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളാരും ദൈവപുത്രന്മാരൊന്നുമല്ല. മനുഷ്യരാകുമ്പോൾ തെറ്റുകളുണ്ടാകും. ആ തെറ്റുകൾ ഒരുപക്ഷേ നമ്മളോടൊപ്പം നിൽക്കുന്നവർ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു എന്ന് വരില്ല. കാരണം അവർ നമ്മുടെ സന്തോഷം എങ്ങനെയൊക്കെ കൈക്കലാക്കാൻ പറ്റുമോ അതിനാണ് അവർ ശ്രമിക്കുക. എന്നാൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആപത്ത് വന്നാൽ അവരൊക്കെ ആയിരിക്കും ആദ്യം കൈയൊഴിയുക. ഈ എപ്പോഴും മുഖസ്തുതി പറയുന്ന ആൾക്കാരാണ് ആദ്യം ആയിട്ട് പാരവയ്ക്കുക. അത് ഒരു പൊതുപ്രവർത്തകരുടെയൊക്കെ അനുഭവം അതാണ്. അപ്പം അതുകൊണ്ട് എന്താണ് എൻ്റെ പ്രവൃത്തിയുടെ പോരായ്മ എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കൂടെ വരുന്ന അഭിപ്രായങ്ങൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഞാനും കുറേയൊക്കെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഗവൺമെൻറ് നിയന്ത്രിക്കാൻ പാടില്ല. എന്നാൽ മാധ്യമങ്ങളും ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. മുമ്പ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഈ പ്രിൻ്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്നൊരു കാലമുണ്ടായി. അന്ന് പത്രം വായിച്ച ആളുകളെ അവലോകനം ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ പത്രങ്ങൾ അന്ന് ഇതുപോലെ 900 പത്രങ്ങളുമില്ല. ചില പത്രങ്ങൾ ആരെയെങ്കിലും നന്നായി പ്രൊജക്റ്റ് ചെയ്താൽ ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പത്രം വായിച്ചിട്ടുള്ള അറിവുള്ളൂ. എന്നാൽ ചില പത്രങ്ങൾ ചിലരെ സംഹരിക്കാനും നോക്കാറുണ്ട്. അതിൽ കുറേയൊക്കെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ. കാരണം ഒരു ജനപ്രതിനിധി എത്ര പേര് എല്ലാ ദിവസവും കാണും? പ്രത്യേകിച്ചൊരു പാർലമെൻറ്റ് അംഗമൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും എല്ലാ സമയത്തും കണ്ടു എന്ന് വരില്ല. കാരണം പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഒരറ്റത്ത് നിന്ന് വേറെ അറ്റം വരെ നീണ്ടു കിടക്കുന്നതാണ് എല്ലാ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളും. അങ്ങനെയുള്ള ഒരാളെ വിലയിരുത്താൻ പത്രങ്ങൾ മാത്രം വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ കുറേ കഴിഞ്ഞ് വിഷ്വൽ മീഡിയ വന്നപ്പോൾ കുറേയൊക്കെ ആളുകൾക്ക് വ്യക്തികളെ മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയും. പക്ഷെ ഇന്നത്തെ ഒരു പ്രവണത ഈ യൂട്യൂബ് ചാനലുകൾ വന്നതോടെ ഒരുപക്ഷെ എനിക്കത് അവർക്കാണ് ഇപ്പോൾ റേഞ്ച് കൂടുതൽ. മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം നമുക്ക് ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ
അയാളെ മറ്റൊരാൾ ചീത്ത വിളിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. ഞാനോ വിളിച്ചാൽ പ്രശ്നമാവും, അതുകൊണ്ട് വേറെ ആൾ വിളിക്കുമ്പോൾ അത് കേട്ട് ആസ്വദിക്കാൻ സ്വാഭാവികമായിട്ടും പലർക്കും താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ ഏറ്റവും റേഞ്ച് കൂടുതൽ. ചില ആൾക്കാരുടെ കാലത്ത് തൊട്ട് തുടങ്ങും. വേഷവിധാനത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒരേ വേഷം തന്നെയായിരിക്കും കാലത്ത് മുതൽ ഇരുന്ന്. ആരെയൊക്കെ അന്ന് മനസ്സിൽ വന്നോ അവരെയൊക്കെ ചീത്ത വിളിക്കും. അപ്പോൾ അതിന് റേഞ്ച് കൂടും. പക്ഷെ അതൊരു ക്രിറ്റിസിസം അല്ല, അതൊരു തരം മാന്തി പൊളിക്കലാണ്. ഒരു ചാനലിൽ നമ്മളെക്കുറിച്ചൊരു വാർത്ത വന്നാൽ അത് ശരിയല്ലെങ്കിൽ നമുക്ക് ആ ചാനലിൻ്റെ ആൾക്കാർ വിളിച്ച് പറയാം, നിങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത് ശരിയല്ല, ഇപ്പം എൻ്റെ വർഷം കൂടെ കാണിക്കും. എന്നാൽ യൂട്യൂബിൽ അങ്ങനെയല്ല. നമുക്ക് ഇവരുടെ അഡ്രസ്സും അറിയില്ല, ഒന്നുമില്ല. ഇനി അറിഞ്ഞാലോട്ട് കാര്യവുമില്ല. കാരണം ഈ പ്രക്രിയ അഭംഗുരം തുടരും അവർ. നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കാൻ പോകാറില്ല, ഇരുന്ന് പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു മാധ്യമത്തിന് പറ്റിയ കാര്യമല്ല, അതൊരു മാധ്യമ സ്വാതന്ത്ര്യമല്ല. നേരെ മറിച്ച് വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുകയും അത് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കേരളം സംസ്ഥാനം ചെറുതാണെങ്കിലും ചാനലുകൾ നമുക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ന്യൂസുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാൻ എന്താ മാർഗം? എന്തെങ്കിലും കേട്ടാൽ അങ്ങ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയെന്ന് വിചാരിക്കുക, അതിൽ എന്തെങ്കിലും കുരുട്ടുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യും. അത് ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ 2 മിനിറ്റ് ഞാൻ ആലോചിക്കും, ഇതിന് ഞാൻ മറുപടി പറഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. എന്നാലും പറഞ്ഞതിനെ വളച്ചൊടിക്കാൻ കഴിയും. ഇപ്പോൾ പണ്ട് പറയല്ലോ, ചുക്കുമുളക് തീപ്പല്ലി എന്നുള്ളതിന് ചുക്കുമുളക് തീപ്പല്ലി എന്ന് പറഞ്ഞാലും സെൻറ്റൻസ് കറക്റ്റ് തന്നെയാണ്, പക്ഷേ അർത്ഥം മാറിപ്പോകും. ആ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്ന് വിചാരിച്ചിട്ട് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ പോയാലോ? നിയന്ത്രിക്കാൻ പോയാൽ സർക്കാരിന് എല്ലാവരും സ്തുതി പാടേണ്ട അവസ്ഥ വരും. അങ്ങനെ വന്നാൽ ഭരിക്കുന്ന സർക്കാരുകൾ ലക്കും ലഗാനും ഇല്ലാതെ പോകും. ഇപ്പം എല്ലാ രംഗത്തും ഞാൻ പറയുന്നത്, മാധ്യമരംഗത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടത് സ്വയം നിയന്ത്രണം. അതല്ലാതെ നിങ്ങളാരും നിയന്ത്രിക്കാൻ വരുന്നത് ശരിയല്ല. നിയന്ത്രിക്കാൻ വന്നാൽ അവർ ജനങ്ങളെ മറികടക്കുന്ന അവസരം ഉണ്ടാവും. അത് പാടില്ല. അതേ സമയത്ത് നിങ്ങളും പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. പക്ഷെ പലപ്പോഴും എനിക്ക് ഒരു രസം തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഈ രാഷ്ട്രീയത്തിൽ കാലുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ വിമർശിക്കപ്പെടാറുണ്ട്. ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിൽ പോകുമ്പോൾ വിമർശിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ചാനലുകളുടെ മൈക്കുമായിട്ട് വരുന്നവരുണ്ടല്ലോ, അവർ ഇന്നൊരു ചാനലിൻ്റെ മൈക്കുമായിട്ട് വരുന്നവരല്ല, നാളെ വേറൊരു ചാനലിൻ്റെ മൈക്കുമായിട്ടാണ് വരിക. അതിനാർക്കും ഒരു കുഴപ്പമില്ല. ഒരാളൊരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ പോയാൽ അവരെ കളിയാക്കാനും ഇതിനൊക്കെ നല്ല സാമർഥ്യമാണ്. എന്ന് ചോദിച്ചാൽ മാറുന്ന കാല് മാറുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. പക്ഷേ ഇതൊരു മാറ്റമല്ലേ? ഇന്നൊരു ചാനലിൻ്റെ ആളായിട്ട് വരും, പിറ്റേന്ന് ഞാൻ എന്താ ചാനൽ മാറിയോന്ന് ചോദിക്കുക ആദ്യം തന്നെ. ഇതൊക്കെ ജനാധിപത്യത്തിൽ പതിവുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം, അത് തിരുത്തണം. അത് തിരുത്തുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്? ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് മുഖ്യമന്ത്രിനെ ആണെങ്കിലും പ്രതിപക്ഷ നേതാവിനെ ആണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ ആണെങ്കിലും അവരെ നമ്മൾ വിമർശിക്കുന്നത് അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇന്ന ദോഷങ്ങളുണ്ട്, നിങ്ങളത് തിരുത്തണം, തിരുത്തപ്പെടണം. ആ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഏത് വിമർശനത്തിനെയും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെന്തിനാണ്? നമ്മളെ നശിപ്പിക്കാനല്ല. നമ്മളറിയാതെ നമ്മളിൽ കടന്നുകൂടുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയരായപ്പോൾ അത് തിരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അത് നല്ല കാര്യമാണ്. നേരെ മറിച്ച് നീ മുടിഞ്ഞു പോകണം എന്നുള്ള ധാരണയിൽ വിമർശിക്കുമ്പോഴാണ് അത് വൃത്തികെട്ട വിമർശനമായിട്ട് മാറും. അതുകൊണ്ട് മാധ്യമരംഗത്ത് തീർച്ചയായിട്ടും നല്ല വിമർശനങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകരുടെ, ഇപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ ഉടമസ്ഥൻ്റെ പോലെയല്ല മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ.
അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംഘടന ഉണ്ടാവണം. ഇവിടെ നിങ്ങളുടെ ഈ സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പാവപ്പെട്ട മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ജോലി കൂടിയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളതിൻ്റെ കാരണം ഈ നല്ല ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് മീഡിയ അസോസിയേഷൻ ഗ്രീവൻസസ് കൗൺസിൽ, അതിൻ്റെ ലോഗോയാണ് ഞാനിവിടെ പ്രകാശനം ചെയ്തത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രീവൻസസുകൾക്ക് പരിഹാരം ഉണ്ടാക്കാനും എല്ലാമുള്ള ശ്രമങ്ങളെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ്റെ ഒരു പ്രാധാന്യം. ഏതായാലും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തോടുകൂടെ 2024 അവസാനിക്കുകയാണ്. നാളെ 2025 ആരംഭമാണ്. ഓരോ വർഷം അവസാനിക്കുമ്പോഴും ഓരോ വർഷം നമ്മൾ ശുഭപ്രതീക്ഷയിലാണ് തുടങ്ങുകയെങ്കിലും അവസാനം ദുഃഖത്തിൻ്റെ ഒരു കണ്ണീരുണ്ട്. ഇപ്പോൾ 2 മഹൽ വ്യക്തികളുടെ നിര്യാണത്തോടു കൂടിയിട്ടാണ് 2024 വിട പറയുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ MT വാസുദേവൻ നായർ. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട 600ഓളം ആളുകളാണ് നമ്മളെ വിട്ടുപോയത്. ഇങ്ങനെയുള്ള കണ്ണീരിൻ്റെ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കണ്ണീരായിരിക്കും ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുണ്ടാവുന്ന ദുഃഖങ്ങളെന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും പ്രതീക്ഷയാണല്ലോ എല്ലാം. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു 2025 നമുക്കൊക്കെ നല്ല വർഷമാവട്ടെ, മനുഷ്യരാശിക്ക് നല്ല വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ ഗ്രീവൻസസ് കൗൺസിലിൻ്റെ ആ ലോഗോ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. താങ്ക് യു. JMAയുടെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിച്ച ശ്രീ K. മുരളീധരൻ അവരുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മുരളി സാറിനോടൊരു പ്രത്യേക അഭ്യർത്ഥന. മാധ്യമ രംഗത്ത് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്ത മാധ്യമപ്രവർത്തകർക്കുള്ള മൊമെൻറ്റോ നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷിബു B, എഡിറ്റർ ലോക്പാൽ മീഡിയ. ഷിജു പടിഞ്ഞാറ്റിൻകര. മൊയ്തീൻ, എഡിറ്റർ ന്യൂസ് കേരളം. ത്രിലോചനൻ, ദേശീയ വാർത്ത. ശ്രീജ, ഐ മീഡിയ. നമസ്കാരം. പട്ടൂർക്കാവിൻ്റെ MLA അവർ എൻ്റെ മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ MLA VK പ്രശാന്ത് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ആശംസാ പ്രാസംഗികനായിട്ട് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. ഭാരതീയ നീതിന്യായ കാണ്ഡത്തിൽ തങ്കലിപികളാൽ ശോഭിക്കുന്ന ന്യായാധിപൻ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ നീണ്ടകാലത്തെ നീതിന്യായ പർവ്വത്തിൽ കറപുരളാതെ കളങ്കരഹിതനായി ഇന്നും ശോഭിക്കുന്ന ആദരണീയനായ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ, അങ്ങയെ ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ഇപ്പോൾ വേദിയിലിരിപ്പുള്ള ശ്രീ പ്രശാന്ത്
മുൻ പ്രാസംഗികരായ ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ മുരളീധരൻ, അതുപോലെ ഇന്നിവിടെ വന്നിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളായ ശ്രീ MB ദിവാകരൻ, വൈശാഖ് സുരേഷ് കുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. പുതുവർഷം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു സംസ്ഥാന സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്ത ഭാരവാഹികളെ ആദ്യമേ അഭിനന്ദിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഈ സംഘടനയുടെ ലീഗൽ അഡ്വൈസറായ ശ്രീ R നായരോടുമുള്ള നന്ദി ആദ്യമേ പ്രകടിപ്പിക്കുന്നു. അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഈ സെമിനാറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും സംരക്ഷണവും സത്യം തുറന്നുകാട്ടാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ പത്രപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളും തീർച്ചയായും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന പത്രങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ജനാധിപത്യ ഭരണത്തിൻ്റെ വിജയത്തിനും പൗരാവകാശ സംരക്ഷണത്തിനും ഭരണകാര്യങ്ങളിലെ സത്യാവസ്ഥ യഥാസമയം തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇതിനായി അധികാരത്തിലിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവരുടെ ഉത്തരവാദിത്വങ്ങളെപ്പറ്റി നിരന്തരം ഓർമ്മപ്പെടുത്തുകയും പാളിച്ചകളെ തുറന്നു കാട്ടുകയും ചെയ്യേണ്ടതുണ്ട്. പൊതുജന നന്മയ്ക്കായി സർക്കാർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളെപ്പറ്റി അവരെ ബോധവൽക്കരിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും മാധ്യമങ്ങൾ തന്നെയാണ്. ഗുരുതരമായ അവകാശ ലംഘനങ്ങൾ നേരിടുമ്പോൾ പോലും പലപ്പോഴും വ്യക്തികൾ പരാതിപ്പെടാൻ മെനക്കെടാറില്ല എന്നതാണ് വാസ്തവം. കാരണം പരാതിക്കാർ നേരിടേണ്ടി വരുന്ന ഭീഷണികൾ വലുതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ എന്ന നിലയിൽ ഇത്തരം അനുഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്വാറി പ്രവർത്തനത്തിനെതിരെ പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിച്ച ഒരു സ്ത്രീ വിചാരണ കഴിഞ്ഞ് പുറത്തിറങ്ങി മിനിറ്റുകൾക്കകം തിരികെ ഓടി വന്ന് പറഞ്ഞത് വഴിക്ക് വെച്ച് എതിർകക്ഷിയുടെ ആളുകൾ അവർ ദേഹോപദ്രവം ചെയ്യാൻ മുതിർന്നുവെന്നും മടങ്ങിപ്പോകാൻ സംരക്ഷണം വേണമെന്നുമാണ്. തുടർന്ന് അവരെ പോലീസ് സംരക്ഷണത്തോടെ ബസ് കയറ്റി വിടേണ്ടി വന്നു. അധോലോകത്തിൻ്റെയോ മണൽ മയക്കുമരുന്ന് ക്വാറി മാഫിയയുടെയോ എന്തിന് പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി പോലും പരാതിപ്പെടാൻ സാധാരണക്കാർ ധൈര്യപ്പെടില്ല എന്നതാണ് വാസ്തവം. ഈ സാഹചര്യങ്ങളിൽ രാജ്യത്ത് നീതി നടത്താൻ പൊതുജനങ്ങളെ സഹായിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസുകൾ എടുത്താലേ പലപ്പോഴും വലിയ അഴിമതികൾ പുറത്തു വരൂ. കുട്ടികൾക്കായിട്ടുള്ള കമ്മീഷൻ, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, വികലാംഗ കമ്മീഷൻ, ലോകായുക്ത തുടങ്ങി സ്വമേധയാ കേസെടുക്കാൻ അധികാരമുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട്. രേഖാമൂലമുള്ള പരാതിക്കായി കാത്തിരിക്കാതെ വിശ്വാസയോഗ്യമായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലും അവരുടെ വിവേചന അധികാരം ഉപയോഗിച്ചും സ്വമേധയാ കേസുകൾ രജിസ്റ്റർ ചെയ്താൽ നീതി നിർവഹണം എത്രയോ കൂടുതൽ കാര്യക്ഷമമാകും. കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തിരുത്തൽ സാധ്യമല്ല എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട്. മുളയിലേ നുള്ളുക എന്നതാണ് ആശാസ്യമായ നടപടി. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യത്ത് പ്രത്യേക നിയമ സംവിധാനമൊന്നുമില്ല. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ മാധ്യമങ്ങളുടെ അവകാശങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങൾ മാത്രമാണ്. പ്രത്യേകിച്ചും വ്യക്തികൾക്ക് ബാധകമായ സംസാരിക്കാനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള അവകാശങ്ങൾ. അവയ്ക്കും നിയന്ത്രണങ്ങളുണ്ട്. സെൻസർഷിപ്പിനെയോ പ്രതികാര നടപടികളെയോ ഭയപ്പെടാതെ പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ അധികാരസ്ഥാനങ്ങളിൽ നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെപ്പറ്റിയും നിയമവിധേയമായി അന്വേഷിക്കാനും ലഭ്യമാകുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും
അഭിപ്രായ പ്രകടനം നടത്താനും ഉള്ള ഈ സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകരെ വലിയൊരു ചുമതലയിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരവകാശവും പരിപൂർണമല്ലല്ലോ. അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വങ്ങളുമുണ്ട്. അവ പാലിക്കാനുള്ള ബാധ്യതയും മീഡിയ പ്രവർത്തകർക്കുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ. ഇവിടെ സംസാരിച്ച ഉദ്ഘാടകൻ മന്ത്രി അതിനെപ്പറ്റി പറയുകയുണ്ടായി. ഇവിടെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു. റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ കൃത്യത, നീതി, നിഷ്പക്ഷത എന്നിവയെല്ലാം ഉറപ്പാക്കണം. പലപ്പോഴും മതിയായ ശ്രദ്ധയില്ലാതെ വാർത്തകൾ നൽകാറുണ്ട്. എഴുതി കൊടുക്കുന്ന വാർത്തകൾ പോലും തെറ്റായി അടിച്ചു വരുന്ന സംഭവങ്ങളും നിരവധി. 3 ദിവസമേ ആയുള്ളൂ ഞാൻ കൂടി പങ്കെടുത്ത ഒരു പൊതുയോഗത്തിൽ പ്രമുഖ സ്ഥാനത്ത് പങ്കെടുത്തത് നമ്മുടെ രാജകുടുംബത്തിലെ ഒരു പ്രിൻസസ് ആയിരുന്നു. പിറ്റേന്ന് വാർത്ത വന്നപ്പോൾ പങ്കെടുത്തതായി പേര് വന്നത് അന്ന് വേദിയിലില്ലാതിരുന്ന സഹോദരിയായ മറ്റേ തമ്പുരാട്ടിയുടെ. ശരിയായ പേര് സംഘാടകർ എഴുതി കൊടുത്ത വാർത്തയിലുണ്ടായിരുന്നു. എന്നിട്ടും ഇത്തരം തെറ്റുകൾ ഇപ്പോഴും സംഭവിക്കുന്നു. മരണവാർത്തകൾ കൊടുക്കുമ്പോഴും ബന്ധുക്കളുടെ പേര് വിവരങ്ങളിലും മറ്റും ഇത്തരം തെറ്റുകൾ അസാധാരണമല്ല. ഭാഷാജ്ഞാനമില്ലാത്തവരെ ഒരു കാരണവശാലും ജോലിയിൽ വയ്ക്കരുത്. മഴയത്ത് റെയിൽ പാളങ്ങൾ ഒഴുകിപ്പോയത് സംബന്ധിച്ച് ഹൺഡ്രഡ്സ് ഓഫ് സ്ലീപ്പേഴ്സ് വാഷ്ഡ് അവേ എന്നൊരു റിപ്പോർട്ട് ടെലിപ്രിൻ്ററിൽ വന്നാൽ സ്ലീപ്പർ എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഒഴുക്കിൽപ്പെട്ടത് ഉറങ്ങിക്കിടന്ന മനുഷ്യരാണ് എന്ന രീതിയിൽ പത്രവാർത്ത നൽകുന്നത് എങ്ങനെ ന്യായീകരിക്കാനാവും? സംഭവിച്ച കാര്യമാണത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു വാർത്ത ലഭിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി പ്രാഥമിക അന്വേഷണമെങ്കിലും തീർച്ചയായും നടത്തണം. പലപ്പോഴും സത്യമായ വാർത്തകൾ കൊടുക്കുമ്പോൾ പോലും സ്വയം നിയന്ത്രണം അത്യാവശ്യമായി വരും. ഉത്തരവാദരഹിതമായി വന്ന പത്രവാർത്ത കാരണം കൊലക്കേസിലെയും ബലാത്സംഗ കേസിലെയും പ്രതികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവങ്ങൾ എത്രയോ ഉണ്ട്. കൂടുതൽ വിശദീകരിക്കാം. പലപ്പോഴും ഇത്തരം കുറ്റം അല്ലെങ്കിൽ കൃത്യം ചെയ്യുന്നത് നേരിൽ കണ്ടതായി സാക്ഷി തെളിവുകൾ ഉണ്ടായി എന്ന് വരില്ല. പല കേസുകളിലും സാഹചര്യ തെളിവുകളെ ആശ്രയിക്കേണ്ടി വരും. അതിന് പിന്തുണ നൽകുന്ന ഒന്നാണ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ്. നിരന്നു നിൽക്കുന്ന പലരുടെ ഇടയിൽ നിന്നും കുറ്റവാളിയെ സാക്ഷിയോ കൃത്യവിധേയയായ വ്യക്തിയോ തിരിച്ചറിഞ്ഞു എന്നതിന് തെളിവ് നിയമത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മുമ്പ് കണ്ടിട്ടില്ലാത്തവനും സംഭവ ദിവസം തന്നെ ഏതാനും നിമിഷങ്ങൾ മാത്രം മതിയായ വെളിച്ചത്തിലല്ലാതെ അകലത്ത് നിന്നോ മറ്റോ കാണാനിടയായ വ്യക്തിയെ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് കോടതിയിൽ തെളിവെടുക്കുമ്പോൾ തിരിച്ചറിയുന്നതിന് നിയമം വില കൽപ്പിക്കുന്നില്ല. കാരണം നിമിഷങ്ങൾ മാത്രം കണ്ട വ്യക്തിയെ വളരെ കാലം കഴിഞ്ഞ് തിരിച്ചറിയുക എന്നത് മനുഷ്യസാധ്യമായ കാര്യമല്ല. അതേസമയം സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ആകാരത്തിൽ സമാന സ്വഭാവമുള്ള ഒട്ടനേകം പേരുടെ കൂട്ടത്തിൽ നിന്നും പ്രതിയെ സാക്ഷിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിന് നിയമം വില കൽപ്പിക്കും. സാക്ഷി സംഭവത്തെപ്പറ്റി വിവരിക്കുന്ന മൊഴിക്ക് വലുതായ പിന്തുണയും വിശ്വാസ്യതയും അത് നൽകുകയും ചെയ്യും. പക്ഷേ ഇത്തരം പിന്തുണ ലഭിക്കണമെങ്കിൽ സാക്ഷി സംഭവശേഷം ഈ മനുഷ്യനെ വീണ്ടും കാണുന്നത് നിർത്തിയിട്ടുള്ള അനേകരുടെ കൂട്ടത്തിൽ നിന്നുമായിരിക്കണം, പരേഡിൽ വെച്ച്. ഇക്കാരണത്താൽ പരേഡിന് മുമ്പായി പ്രതിയുടെ ചിത്രം മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ സാക്ഷിയുടെ തിരിച്ചറിയലിനോ മൊഴിക്കോ വിശ്വാസ്യത നഷ്ടപ്പെടും. കാരണം പത്രം നോക്കി മുഖാകൃതിയും രൂപവും മനസ്സിൽ ഉറപ്പിച്ചാൽ ആൾക്കൂട്ടത്തിൽ നിന്നും ആളിനെ തിരിച്ചറിയാൻ ആർക്കും കഴിയുമല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ പത്രത്തിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കണമെന്ന ഏക ചിന്തയാൽ പിടിക്കപ്പെട്ട പ്രതിയെ കൊണ്ടുവരുന്ന വഴിക്കോ പോലീസ് സ്റ്റേഷനിൽ വെച്ചോ അയാളുടെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നവരുണ്ട്. കിട്ടേണ്ട ശിക്ഷയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടു പോവുകയായിരിക്കും ഇതിൻ്റെ പരിണിതഫലം. ഇതുപോലെ തന്നെ വലിയ ഭവിഷ്യത്തുകളാണ് ലൈവായി കുറ്റകൃത്യം കാണിക്കുമ്പോഴും ഉണ്ടാവുക. മുംബൈയിലെ താജ് ഹോട്ടലിലേക്ക് കമാൻഡോകൾ കടന്നു കയറുന്നതും അവർ എവിടെയൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ഏത് വഴിക്കാണ് അവർ അകത്തേക്ക് വരുന്നതെന്നും അകത്തെ TV നോക്കി മനസ്സിലാക്കി അവരെ കൃത്യമായി നേരിടാനും ആക്രമിക്കാനും അന്നത്തെ അക്രമികൾക്കായത് കാരണം കമാൻഡോകളുടെ ജീവൻ എത്രയോ നഷ്ടപ്പെട്ടു.
സ്വയം നിയന്ത്രണങ്ങൾ മീഡിയയുടെ ഭാഗത്ത് അത്യാവശ്യമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യം വിവിധ കോണുകളിൽ നിന്നും ഭീഷണി നേരിടുന്നുവെന്നത് സത്യമാണ്. സെൻസർഷിപ്പ്, ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ നടപടികൾ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ എന്നിവ വിമർശനാത്മക റിപ്പോർട്ടിങ്ങിനെ അടിച്ചമർത്താൻ പര്യാപ്തമാണോ എന്ന് സർക്കാരുകൾ ശ്രമിച്ചേക്കും. അതുപോലെ തന്നെയാണ് ജാക്കറ്റ് പേജുകളിൽ പരസ്യം നൽകുന്നതിലൂടെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മാധ്യമങ്ങൾ വഴിപ്പെടുന്ന സംഭവങ്ങളും. മാധ്യമ സ്ഥാപനങ്ങളുടെ മേൽ അവർ ചെലുത്തുന്ന സാമ്പത്തിക സ്വാധീനം സമൂഹ നന്മയ്ക്കെതിരായുള്ള നടപടികളിൽ കലാശിക്കാറുണ്ട്. ഇതെല്ലാം മീഡിയയുടെ സ്വതന്ത്രവും ഗുണപരവും മാതൃകാപരവുമായ പ്രവർത്തനത്തിന് ബാധിച്ചേക്കാം. സമൂഹ നന്മയ്ക്ക് ആവശ്യമായ വാർത്തകളുടെ പ്രസിദ്ധീകരണത്തിന് ഇവ തീർച്ചയായും വിലങ്ങുതടിയാകുന്നുണ്ട്. ഓക്യുപ്പേഷണൽ ഹസാർഡ്സ് നിറഞ്ഞു നിൽക്കുന്ന മേഖലയാണ് മാധ്യമപ്രവർത്തനം. കേരളത്തിലെ പത്രപ്രവർത്തകരും പ്രസ് ഫോട്ടോഗ്രാഫർമാരും അവരുടെ ജോലിയുടെ പേരിൽ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഴിമതിയും തെറ്റും തുറന്നു കാട്ടിയതിന് അവർ ശാരീരിക ആക്രമണങ്ങളും ഭീഷണികളും നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ളതും അല്ലാത്തതുമായ പീഡനങ്ങളും നേരിടുന്നു. ചില സന്ദർഭങ്ങളിൽ സെൻസിറ്റീവ് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പലരുടെയും ജീവൻ പോലും അപകടത്തിലാവും. സമീപകാല ചരിത്രമെടുത്താൽ ക്രൈം നന്ദകുമാറിൻ്റെയും ഷാജൻ സ്കറിയയുടെയും അറസ്റ്റുകളും SV പ്രദീപ് എന്ന പ്രവർത്തകൻ വാഹനമിടിച്ച് മരിച്ചതും സിദ്ദിഖാപ്പൻ, മാധ്യമപത്രത്തിലെ അനിരു അശോകൻ, മംഗളം TV-യുടെ അജിത് കുമാർ, അഭിലാഷ് പടച്ചേരി എന്നിങ്ങനെ നിരവധി പേർ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ഉണ്ടായ പോലീസ് ഇടപെടലിൻ്റെ ഫലമായി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന കാര്യവും പരാമർശിക്കാതെ വയ്യ. ജനാധിപത്യത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എന്നതിനാൽ മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണത്തിന് അധികാര സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും നിസ്സാരമായ വ്യവഹാരങ്ങളിൽ നിന്ന് പത്രപ്രവർത്തകരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശക്തവും സ്വതന്ത്രവുമായ ജുഡീഷ്യറിയും ഇതിന് അത്യാവശ്യം. മാധ്യമപ്രവർത്തകരെ ശല്യങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്ന ശക്തമായ ചട്ടക്കൂടും ഇതിനാവശ്യമാണ്. കൂടാതെ തെറ്റായ വിവരങ്ങളുടെയും കിംവദന്തികളെയും ചെറുക്കുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ മാധ്യമ സാക്ഷരതയും വിമർശനാത്മക ചിന്തയും പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യാവശ്യം. ഇനി വിസിൽ ബ്ലോവർ എന്ന നിലയിൽ പത്രപ്രവർത്തകർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങളെപ്പറ്റി പറയാം. വിസിൽ ബ്ലോവേഴ്സ് ആക്ട് എന്ന പേരിൽ 2014 17-ാം ആക്ട് പാസ്സാക്കിയത് രാഹുകാലത്താണെന്ന് തോന്നുന്നു. കാരണം 10 വർഷം കഴിഞ്ഞിട്ടും 9/5/2014 ആ നിയമം ഇന്നും നടപ്പായിട്ടില്ല. 2014 ഫെബ്രുവരി 21 രാജ്യസഭ കേന്ദ്ര ആക്ട് 17 എന്ന നിയമം പാസ്സാക്കി. ആ വർഷം തന്നെ മെയ് 9 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. എന്നിരുന്നാലും ഈ നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വരാത്തതിന് കാരണം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച ഭേദഗതികൾ അത്യാവശ്യമായതിനാലാണ് എന്ന് പറയപ്പെടുന്നു. 15-ാം ലോകസഭയിൽ ഈ കുറവ് തീർക്കാനായി വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ഭേദഗതി ബിൽ കൊണ്ടുവരികയും 2015 മെയ് 13 അത് ലോക്സഭ പാസ്സാക്കുകയും ഉണ്ടായി. എങ്കിൽ പോലും ആ ബിൽ രാജ്യസഭയിൽ പരാജയപ്പെടുകയാൽ നടപ്പിൽ വന്നില്ല. 16-ാം ലോകസഭ 2019 മെയ് മാസത്തിൽ പിരിച്ചുവിട്ടപ്പോൾ ബിൽ ലാപ്സ് ആവുകയും ചെയ്തു എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ശരിയാണോ എന്ന് ഇവിടെ വരാനിരുന്ന നമ്മുടെ ശ്രീ കൊല്ലം MP ശ്രീ VK പ്രശാന്ത്, അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ 1-2 കാര്യങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. പ്രേമേന്ദ്രൻ, NK പ്രേമേന്ദ്രൻ. അദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറയട്ടെ. ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ എന്ന് ഇതിനകം പ്രതിപക്ഷത്തിൻ്റെ പോലും പ്രശംസയ്ക്ക് പാത്രമായ ശ്രീ പ്രേമേന്ദ്രൻ ഈ കുറവ്, അതായത് വിസിൽ ബ്ലോവേഴ്സ് ആക്ടിന് സംഭവിച്ച കുറവ് തിരിച്ചറിഞ്ഞ് 2022 ജേർണലിസ്റ്റ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ഓർ ലോസ് ടു പ്രോപ്പർട്ടി ബിൽ എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതും പാസ്സായില്ല.
നമ്മുടെ പാർലമെൻറ്റ് നിലവിൽ വന്ന ശേഷം ആകെ 14 പ്രൈവറ്റ് ബില്ലുകളെ ഇതുവരെ പാസ്സായിട്ടുള്ളൂ എന്നതും വാസ്തവം. എന്നിരുന്നാലും ഒന്നാം തരം ഒരു ബില്ലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സമയക്കുറവിനാൽ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഉദ്ദേശ്യം ആ ബില്ലിൽ, പ്രൈവറ്റ് ബില്ലിൽ ശ്രീ പ്രേമേന്ദ്രൻ വിവരിച്ചത് ഇങ്ങനെ: മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. റിപ്പോർട്ടർമാർക്കെതിരായ പോലീസ് അക്രമവും ക്രിമിനൽ ഗ്രൂപ്പുകളോ അഴിമതിക്കാരായ പ്രാദേശിക ഉദ്യോഗസ്ഥരോ പ്രേരിപ്പിച്ചുണ്ടാകുന്ന പ്രതികാര നടപടികളും ഉൾപ്പെടെ എല്ലാത്തരം ആക്രമണങ്ങളും മാധ്യമപ്രവർത്തകൻ നേരിടേണ്ടി വരുന്നു. ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെൻസർഷിപ്പ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കൽ, തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി എന്നിവ ഉൾപ്പെടെ ഉള്ള ഭീഷണികളാണ് ഇന്ത്യയിലെ പത്രപ്രവർത്തകർ നേരിടുന്നത്. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും നിശബ്ദരാക്കുകയും ചെയ്യുന്നത് സാധാരണമായിരിക്കുന്നു. കാര്യങ്ങൾ അറിയാനും അതിൻ്റെ പ്രചരണത്തിനും ഭരണഘടന അനുവദിച്ചിരിക്കുന്ന അവകാശത്തെ വിവിധതരം ഇടപെടലുകൾ പ്രതികൂലമായി ബാധിക്കുന്നു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സ്വതന്ത്രവും നിർഭയമായി പ്രവർത്തിക്കുന്നതുമായ മാധ്യമങ്ങൾ അത്യാവശ്യമാണ്. അതിനാൽ മാധ്യമപ്രവർത്തകർക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും സ്വത്തിനുമെതിരെയുള്ള അക്രമത്തിനെതിരെ സംരക്ഷണം അത്യാവശ്യം. അതിനാവശ്യമായ വ്യവസ്ഥകൾ ഈ ബില്ലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അൺകോട്ട്. ഇതാണ് അതിൻ്റെ ആമുഖം. ഇതിനാവശ്യമായ നിരവധി വ്യവസ്ഥകൾ ആക്റ്റിലുണ്ട്. ആക്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനതിലേക്ക് പോകുന്നില്ല. ഈ ബിൽ ലാപ്സായി പോയി കഴിഞ്ഞെങ്കിൽ പുതിയ ബില്ലിനായി പൊരുതുന്ന കാര്യം നിങ്ങളുടെ സംഘടന ആലോചിക്കണം. ബഹുമാനപ്പെട്ട MP വരാമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും നിങ്ങളുടെ കൂടെ താല്പര്യമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബില്ല് ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സമീപിച്ച് വേണ്ട പ്രേരണ ചെലുത്തി ഈ ബില്ല് വീണ്ടും കൊണ്ടുവന്ന് പാസ്സാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ തന്നെ താല്പര്യങ്ങൾക്ക് തീർച്ചയായും നന്നായിരിക്കും. കൂടാതെ മേൽനോട്ടത്തിനായി ഒരു മീഡിയ ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്. നിങ്ങൾ തന്നെയുള്ള എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കും നല്ലത്. സാങ്കേതിക പുരോഗതിയുടെയും മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളുടെയും കടന്നുകയറ്റം കാരണം അച്ചടി മാധ്യമങ്ങൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണ്. ഹിന്ദു പത്രം പോലും പിടിച്ചു നിൽക്കാനാവാതെ ഓൺലൈൻ പതിപ്പ് തുച്ഛമായ വിലയ്ക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. സാങ്കേതികവിദ്യ പിടിമുറുക്കുന്നതിനോടൊപ്പം അച്ചടി മാധ്യമം ക്രമേണ ഓൺലൈൻ പതിപ്പുകൾക്ക് വഴിമാറാനാണ് ഇട. പെഗാസസ് പോലുള്ള അത്യാധുനിക ആപ്ലിക്കേഷനുകളുടെ വരവും അന്വേഷണാടിസ്ഥിത റിപ്പോർട്ടിങ്ങിൻ്റെ സ്ഥിതിഗതികളിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു. മലയാള ഭാഷയിൽ ഉൾപ്പെടെ ധാരാളം ചാനലുകളുടെ രജിസ്ട്രേഷനും അനേകം ചാനലുകൾ ഒരേ ഫൈബർ കേബിളിലൂടെ കടന്നു വരുന്നു എന്നതും ഈ രംഗത്തെ മത്സരം കഠിനമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി നിലവാര തകർച്ചയും വന്നു തുടങ്ങി. ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തന്നെ നവീകരണത്തിലൂടെ പിടിച്ചു നിൽക്കാനും പുതിയ ബിസിനസ് മോഡലുകളുമായി പൊരുത്തപ്പെടാനും മാധ്യമങ്ങൾക്ക് കഴിയണം. പല പരീക്ഷണങ്ങളും ഈ രംഗത്ത് നടക്കുന്നു. പോഡ്കാസ്റ്റുകളും ശേഖർ ഗുപ്തയുടെ പ്രിൻ്റ് മറ്റും പുതിയ തലമുറയ്ക്ക് കൂടുതൽ സ്വീകാര്യമായിരിക്കുന്നതായാണ് അനുഭവം. മാധ്യമ വ്യവസായത്തിലെ വളർച്ചയും മികവും വളർത്തിയെടുക്കുന്നതിന് ധാർമ്മിക പത്രപ്രവർത്തനത്തിന് മുൻഗണന നൽകലും വിമർശനാത്മക വിശകലനവും അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങും മറ്റും പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. ഉയർന്ന നിലവാര പരിപാലനത്തിനും മികവിനും വേണ്ടി പരിശ്രമിക്കാനായി മാധ്യമപ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ ഇന്നിവിടെ നൽകിയതുപോലുള്ള അവാർഡുകൾ, ബഹുമതികളും തീർച്ചയായും നന്നായിരിക്കും. അത് സർക്കാർ തലത്തിൽ തന്നെ അത്തരം പ്രചോദനങ്ങൾ നൽകുന്ന കാര്യവും പരിഗണിക്കണം. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ആണിക്കല്ലാണ് പത്രമാധ്യമങ്ങൾ. അതിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതും മാധ്യമപ്രവർത്തകർക്ക് പ്രതികാര ഭയമില്ലാതെ അവരുടെ ജോലി നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടതും സമൂഹത്തിൻ്റെ കൂടി കടമയാണ്. ഐകമത്യം മഹാബലം എന്നത് മാധ്യമങ്ങൾക്കും ബാധകമായ മുദ്രാവാക്യം തന്നെ. പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ നിലനിൽപ്പിനായുള്ള മത്സരം മറന്ന് ഒരുമിച്ച് തന്നെ നിങ്ങൾ നിൽക്കണം. ഇക്കാര്യത്തിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്ക് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഏവർക്കും പുതുവത്സരവും ആഘോഷിക്കുന്നു.
അടുത്ത നമ്മുടെ ആശംസ പ്രാസംഗികനായിട്ട് വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവറുകളെ ക്ഷണിക്കുന്നു. മഹാരഥന്മാർ വിളങ്ങേറിയ തിരുവനന്തപുരം നഗരത്തിൽ അവർക്കൊപ്പം ഇരിപ്പിടം നേടിയ മേയർ, നഗരത്തിൻ്റെ ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കും പരിഹാരം കണ്ട ആ യുവത്വത്തെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ജനഭൂരിപക്ഷം നിയമസഭാ സാമാജികനായി കൈപിടിച്ചുയർത്തി അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA. യുവത്വത്തിൻ്റെ ചടുലതയോടെ അനന്തപുരിയുടെ ആവശ്യങ്ങൾ അരങ്ങിലെത്തിക്കുന്ന അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA അങ്ങയെ ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ്റെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ MB ദിവാകരൻ, സ്റ്റേറ്റ് പ്രസിഡന്റ്, സ്വാഗതം പറഞ്ഞ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ത്രിലോചനൻ, ഇവിടെ സംബന്ധിച്ച ബഹുമാന്യമായിട്ടുള്ള ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇതിൻ്റെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ, വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രതിനിധികൾ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, JMAയുടെ കേരള സ്റ്റേറ്റ് സമ്മേളനത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച ഹരിയാന സാറ് വളരെ പ്രിപ്പയറായി തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളോട് പരാമർശിക്കുകയും ചെയ്തു. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും മജിസ്ട്രേറ്റിനും ജുഡീഷ്യറിക്കും ഉള്ള സ്ഥാനം പ്രസ്സിനും കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാതൽ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആ അവകാശം ഒട്ടൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ പല ഉദാഹരണങ്ങളും നമുക്ക് നിഷേധിക്കപ്പെട്ടതും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലും ഇല്ലാതാകണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ ചില തിരുത്തലുകൾ മാധ്യമങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. ഇന്നിപ്പോൾ ഓൺലൈൻ ചാനലുകളുടെ വളരെ തള്ളിക്കയറ്റമാണുള്ളത്. ആ മത്സരത്തിൽ പലവിധ പ്രശ്നങ്ങളും കടന്നു വരികയാണ്. പണ്ട് മാധ്യമ പ്രവർത്തനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ചില ധാർമ്മികതകൾ കൈവശം വെച്ചിരുന്നു. ഇന്നത് കൈമോശം വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. മത്സരത്തിന് പിടിച്ചിരിക്കണമല്ലോ. ആ മത്സരാധിഷ്ഠിത കമ്പോളത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വശംവദരായി പോകുന്നു എന്നുള്ളത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ദോഷമായിട്ട് നമുക്ക് കാണാം. അത് യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നാൽ അതെങ്ങനെ അതിജീവിക്കും? അത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണല്ലോ. ധാർമ്മികതയും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം കിട്ടാതെ വരും. പരസ്യം കിട്ടാതെ വരുമ്പോൾ നിക്കക്കള്ളിയില്ലാതെ ഒന്ന് സ്ഥാപനം പൂട്ടേണ്ടതായിട്ടുള്ള സ്ഥിതി വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണമൊഴുക്കി ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളെ ഒരു വലിയ കുത്തക സ്ഥാപനം തന്നെ കൈവശം വയ്ക്കുകയാണ്. അപ്പോൾ ആ കുത്തക സ്ഥാപനത്തിന് എതിരെ വാർത്ത കൊടുക്കും? അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ തുറമുഖങ്ങളും പ്രധാനപ്പെട്ട പോർട്ടുകളും എല്ലാം കൈവശം വെച്ചിരിക്കുന്ന സ്ഥാപനം തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെ കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവഴി നടക്കുന്ന കള്ളക്കടത്തുകളും മയക്കുമരുന്ന് കടത്തുമൊക്കെ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടും? അപ്പോൾ ഇത് ഇന്ത്യ മഹാരാജ്യത്തിലെ മാധ്യമ മേഖല നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. അവിടെയാണ് സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാൻ തക്ക വിധമുള്ള ഒരു നിയമത്തിൻ്റെ ഇടപെടൽ ആവശ്യമായി വരുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ പാർലമെൻറ്റും കേരള നിയമസഭയും ഒക്കെ സജീവമായിട്ട് ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന്, തീർച്ചയായിട്ടും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന അത്തരമൊരു സംവിധാനത്തിന് വേണ്ട നിയമം പാസ്സാക്കുന്നതിന് ഇടപെടാൻ വേണ്ടി തയ്യാറാകണമെന്നത് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ശക്തമായി ഞാനും ഉണ്ടാകുമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റ് ദീർഘമായൊരു വർത്തമാനത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾക്ക് മാധ്യമ ശൃംഖലയുടെ ഒരു ഗ്യാരണ്ടിയുണ്ട്, അല്ലെങ്കിൽ ഉടമകളുടെ ഗ്യാരണ്ടിയുണ്ട്. ഓൺലൈനിൽ വരുന്ന വാർത്തകളുടെ ഗ്യാരണ്ടി എന്താ? അപ്പോൾ ഇത് നമ്മൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഈ ആഫ്റ്റർ സെക്ഷനിൽ ഞാനത് കാണുകയുണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്ത് വേണ്ട തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി കൂടി മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം. വൈകി വന്നിട്ട് ഞാൻ കൂടുതൽ ദീർഘമായൊരു വർത്തമാനത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും തന്നെ വിശദമായി പോകുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അവരുടെയൊക്കെ കൂടി തിരുത്തലിന് പാത്രീഭവിച്ച് പോകുന്നവരാണ് ജനപ്രതിനിധികളും. അപ്പം ഞങ്ങളെയൊക്കെ വിമർശിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തെറ്റുകൾ വന്നാൽ വിമർശിക്കുക തന്നെ വേണം. ഈ അടുത്ത സമയത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വാർത്ത ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പം ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെയാണ് വാർത്ത വന്നത്. വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ എന്നിട്ടൊരു വാർത്ത കൊടുത്തിരുന്നു, അതിൻ്റെ ഒരു വിശദീകരണം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്ത് ന്യായം? നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങളെയും കൂടെ ഒരു വ്യൂ എടുത്ത് അതും കൂടെ കൊടുക്കണ്ടേ? വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ശേഷം അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത് ശരിയാണോ? അപ്പം ഞാൻ വിശദീകരണം കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ഉടനെ അടുത്ത വാർത്ത വന്നു, വിശദീകരണം നൽകാതെ MLA എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അപ്പോൾ ഒരു വാർത്ത വരുമ്പോൾ അതിൽ പരാമർശിക്കുന്ന ആളുടെ ഒരു വിശദീകരണം കൂടി ചേർത്ത് നൽകുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ്. അത് പല ആളുകളും ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഞാൻ നേരിട്ടൊരു അനുഭവത്തെ പരാമർശിച്ചതാണ്. അപ്പോൾ അതുൾപ്പെടെ തീർച്ചയായിട്ടും നമ്മൾ പരാമർശിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2024 അവസാന ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അല്ലേ? എന്തായാലും ഭാഗ്യത്തിന് വയനാടിൻ്റെ അതിതീവ്ര ദുരന്തമായിട്ടിന്ന് പ്രഖ്യാപിച്ചു, അല്ലേ? വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ് 2024. അപ്പോൾ അതൊന്നും ഇല്ലാത്ത നല്ലൊരു വർഷമായി 2025 മാറട്ടെ. നമ്മളെ സംബന്ധിച്ച് പ്രത്യാശയുടെ ഒരു വർഷമായി 2025 മാറട്ടെ എന്നുകൂടി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നു ശ്രീ വൈശാഖ് സുരേഷ്. ബഹുമാന്യനായ വൈശാഖ് സുരേഷ് JMAയുടെ സ്ഥാപക പ്രസിഡന്റും ഇപ്പോൾ ദേശീയ പ്രസിഡന്റുമാണ്. JMAയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് അദ്ദേഹം. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള JMAയുടെ സംഘടനാശേഷിയെ ഏകോപിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നിരന്തരം ശ്രമിക്കുന്ന അദ്ദേഹം JMAയുടെ ഓരോ പരിപാടിക്കും ഒരു സാധാ അംഗത്തെ പോലെ ഓടി നടക്കുന്നത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ്. ആദരണീയായ JMAയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ വൈശാഖ് സുരേഷ്, അങ്ങയുടെ ആശംസകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കാതോർക്കുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നമ്മളെ ഈ സംഘടന 2020 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ്. അന്നു മുതൽ നമ്മൾ ഓരോ ജില്ലകളിലായിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങി കൊല്ലം, കോട്ടയം അങ്ങനെ യാത്ര ചെയ്ത് 14 ജില്ലകളിലും യാത്ര ചെയ്ത് 2021 ആയപ്പോഴത്തേക്കും നമുക്ക് 14 ജില്ലാ കമ്മിറ്റികളുമായി അതിശക്തമായൊരു സംസ്ഥാന കമ്മിറ്റിയായി നമ്മൾ മാറി. പിന്നെ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും വർഷം വേണ്ടി വന്നു. അതായത് നമുക്കത് എല്ലാ ജില്ലകളിലും അംഗങ്ങൾ അതിശക്തരായി വരണം. അതുമാത്രമല്ല നമുക്ക് ദേശീയ തലത്തിലും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ അംഗങ്ങളുടെ അഭ്യർത്ഥന പ്രകാരവും എല്ലാമായി നമ്മൾ എന്ത് ചെയ്തു, ഡൽഹിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലങ്ങളോളം. നമുക്ക് ഡൽഹി, UP, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികൾ നിലവിലുണ്ട്. ഒരു സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരണമെങ്കിൽ സംഘടനാപരമായ 75% ജില്ലാ കമ്മിറ്റികൾ, ആ സംസ്ഥാനത്തുള്ള 75% ജില്ലാ കമ്മിറ്റികൾ പൂർത്തിയായാൽ മാത്രമേ നമ്മൾ സംസ്ഥാന കമ്മിറ്റിക്ക് അംഗീകാരം കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് നമുക്ക് 11 സംസ്ഥാന കമ്മിറ്റികളും ഇനി ബാക്കി സ്ഥലങ്ങളിലും, അതായത് 28 സംസ്ഥാനങ്ങളിലും നമുക്ക് പ്രതിനിധികളുണ്ട്, നമുക്ക് അംഗങ്ങളുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു അഫിലിയേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. 11 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അഫിലിയേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത ഈ വരുന്ന 2025 നമ്മൾ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നമ്മളെ സംസ്ഥാന കമ്മിറ്റികൾ നിലവിൽ വരികയും അതിശക്തമായ ഒരു ദേശീയ സമ്മേളനം നമുക്ക് 2026 25 അവസാനത്തോ നടത്താൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതലൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് ലഞ്ച് ബ്രേക്കിനുള്ള സമയം അതിക്രമിച്ചു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. താങ്ക് യു ശ്രീ വൈശാഖ് സുരേഷ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി JMAയുടെ ദേശീയ സെക്രട്ടറി ശ്രീ അസീസ് അഹമ്മദിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകൾ അവസാനിക്കാറായിരിക്കുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി JMAയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ അവർകളെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, ഇന്ന് JMAയുടെ ഈ സമ്മേളനത്തിൽ നിന്ന് എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ലഞ്ച് റെഡിയായിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ്. എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാം.
ഔദ്യോഗിക യോഗം അവസാനിച്ചിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ചെറിയ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറാൻ പോവുകയാണ്. നമ്മുടെ പ്രിയങ്കരായ ബഹുമാനരായ അംഗങ്ങൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സഹായിക്കുക, അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളിലൊക്കെ ഒരുപാട് സഹായങ്ങൾ നൽകുന്ന ഒരു മഹത് വ്യക്തിത്വം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ശ്രീ സി അബ്ദുൽ സലാം കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മിമിക്രി പരിപാടി നമുക്ക് വേദിയിൽ ആസ്വദിക്കാം. അവതരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഇഷ്ടാദികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ശരിക്കും ഇവിടെ എത്തുന്നത് കണ്ണൂരിൽ നിന്നാണ്. കാരണം കണ്ണൂർ സിറ്റിയുള്ള എനിക്ക് ജയമൻ്റെ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയത് ദൈവത്തിനത് സ്തുതി പറയുന്നത്. അതുകൂടാതെ ഈ ജയമയിലെ എല്ലാ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല, നിങ്ങളെ ഭക്ഷണത്തിൻ്റെ സമയമായി. ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മുമ്പിലൊരു ചെറിയ മിമിക്രി. കാരണം ഞാൻ ആർട്ടിസ്റ്റൊന്നുമില്ല, എന്നാലും 64 വയസ്സായി. ആരെങ്കിലും എവിടേക്ക് പോയാലും ഒന്ന് ചെറിയ ചിരിപ്പിക്കണമെന്നുള്ള ചിന്താഗതി എനിക്കുള്ളൂ. അപ്പം ചെറിയൊരു മിമിക്രി. ഞാൻ കണ്ണൂരിൽ വരുന്നത് പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ പണ്ടത്തെ ട്രെയിൻ എങ്ങനെ അത് വരുന്നത്, അതിൻ്റെ ശബ്ദം. ഇപ്പോഴുള്ള ട്രെയിനൊക്കെ ഇന്നത്തെ കുട്ടികളെ ഡാൻസ് മാതിരിയും പാട്ട് മാതിരി അല്ലെന്ന് ട്രെയിനിൻ്റെ സൗണ്ട്. ഇത് പണ്ട് എൻ്റെ 15-10 വയസ്സിലുള്ള ട്രെയിൻ പേരാണ്. ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനിൽ ഒരു പാട്ടുകാരൻ, കണ്ണില്ലാത്തൊരു പാട്ടുകാരൻ നമ്മുടെ അടുത്ത് ഭിക്ഷക്ക് വരാണ്. അപ്പം സാധാരണ ഇത് ഇവിടുന്ന് പുറത്തുനിന്ന് എടുത്ത 2 ടേസ്റ്റ് പീസാണ്. ആ സാധനം ഇല്ല, എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണ ഒരാഗ്രഹമാണ്. അതായത് നമ്മളൊരു കുരുടൻ കയറിക്കാനല്ലേ പാട്ടുകാർ പറഞ്ഞാൽ അവർ പാടുന്ന ഒരു രംഗം. ഇത് എല്ലാവർക്കും മുട്ടാൻ കഴിയില്ല. ടൈൽസിൻ്റെ സൈഡാൻ പറ്റ തട്ടി കൈമുറിയും. എന്നെ പോലെ പ്രാക്ടീസ് ആണെങ്കിൽ എന്നെ സമീപിച്ചാൽ ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതഭാരം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതഭാരം. 10 രൂപ തരണേ 10 രൂപ തരണേ, ഒരു പിടി ചോറിനുള്ള കാശ് തരണേ. 10 രൂപ തരണേ 10 രൂപ തരണേ, ഒരു പിടി കാശിനുള്ള ജീവിതവാ. നമ്മൾ ക്യാഷെല്ലാം കൊടുത്ത് വലിയ പൈസയെല്ലാം കൊടുത്തിട്ട് വളർത്തുന്ന പട്ടിയുണ്ട്. അത് ഏത് ഭാഷ സംസാരിക്കാന്നറിയോ? പട്ടി സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. നമ്മളൊരു വീട്ടിൽ പോകുകയാണെങ്കിൽ പട്ടി ചോദിക്കുന്നത് ഓ, ആരാന്ന് ചോദിക്കുന്നത് WHO. പിന്നെ പട്ടി ചോദിക്കുന്നത് OI, WHY, എന്തിനാ വന്നതാണ്. പിന്നെ പട്ടി ചോദിക്കുന്നത് വാട്ട്, എന്ത് വേണമെന്നാണ്. അതും നിങ്ങൾ ഉത്തരം പറഞ്ഞ് പട്ടി എന്താ പറയുന്നത്, പോകാനാ പറയും, ഗോ ഗോ. ഫസ്റ്റ് പട്ടി ചോദിക്കുന്നത് അത് ഉത്തരം കൊണ്ട് പിന്നെ പട്ടിക്ക് വായി. അതും നിങ്ങൾ ഉത്തരം പറഞ്ഞ് പട്ടി വയ്ക്കുന്നത് വാട്ട്, എന്ത് വേണം. അതും ഇല്ലെങ്കിൽ പോകാനാ പറയും. നിങ്ങളെ പട്ടി ആട്ടി ഓടിക്കുകയാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആട്, ഒരു സ്ത്രീ ആടിൻ്റെ അടുത്ത് പോയാൽ ശരിക്കും ആട് സംസാരിക്കുക ഹിന്ദിയാണ്. അത് അവിടുത്തെ എത്തിയപ്പോൾ സ്നേഹത്തോടെ അമ്മേ, ഉമ്മ, മാ
ഇന്ത്യയിൽ മാ എന്ന് പറഞ്ഞ ഉമ്മ അങ്ങനെ വിളിക്കുകയാണ്. ഒരു പുരുഷൻ പോവാണെങ്കിൽ ബായി സഹോദര എന്ന് വിളിച്ചിട്ട് സ്നേഹിക്കുകയാണ്. അപ്പം ആദ്യം ആടിൻ്റെ അടുത്തൊരു സ്ത്രീ പോവാണെങ്കിൽ ആട് അമ്മയെന്ന് വിളിക്കുന്നത്. അതേ സ്ഥാനത്ത് ഒരു പുരുഷൻ പോവാണെങ്കിൽ സഹോദര എന്ന് വിളിക്കുന്നത്. ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്നവരാണ് പൂച്ച. നമ്മളെ വീട്ടിൽ പൂച്ചയാണ് നമ്മൾ മലയാളികളെ മലയാളം പറയുന്ന ഒരു പൂച്ച. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മീനും കൊണ്ടുവരുമ്പോൾ പൂച്ച ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഓടി വന്ന് മലയാളത്തിൽ ചോദിക്കുകയാണ്, മീനോ മീനോ നിൽക്കുന്നത്. ഇങ്ങനെ കുറേ മൃഗങ്ങളെ ഉണ്ട്, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൂർ സിറ്റിയിൽ നിന്ന് വന്ന സലാം കാ. ഓക്കെ, ബൈ. താങ്ക് യു. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ JMയുടെ ആലപ്പുഴ ജില്ലയുടെ ഇൻചാർജുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ സിനിമാ നടനും കവിയും ഗാനരചയിതാവുമായ ഗിന്നസ് കവി ശ്രീ അലിയാർ എരുമേലി അവരെ ക്ഷണിക്കുകയാണ്. ബുദ്ധിജീവികളുടെ എന്നവകാശപ്പെടുന്ന അതല്ലെങ്കിൽ മനുഷ്യൻ്റെ നാനാവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മാധ്യമ ശൃംഖലയുടെ ഈ കൂട്ടായ്മയിൽ ഈ സമ്മേളനത്തിൽ ഒരു കവിത ഞാൻ ആലപിക്കാം. എല്ലാവരുടെയും ആശീർവാദത്തോടെ ഒരു കവിത ആലപിക്കുകയാണ്. ഈ കവിത നമ്മുടെ സൂനിയറിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നതാണ്. നിർഭാഗ്യവശാൽ അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കട്ടെ. എൻ്റെ കവിതയുടെ പേര് കടത്തുന്ന. അതെ, കടത്തുന്ന. പെറ്റു വളർത്തിയൊരമ്മച്ചനുമാണ് കടത്തിണ്ണി പെണ്ണവളം സകധർമ്മിണി തലയിണി മന്ത്രം ചൊല്ലിയതേ. പെറ്റു വളർത്തിയൊരമ്മയും അച്ഛനുമാണ് കടത്തിണ്ണി പെണ്ണവളം സകധർമ്മിണി തലയിണി മന്ത്രം ചൊല്ലിയതിൽ. കാൽ വളരുന്നു കൈ വളരുന്ന ഓർത്തിരു മനസ്സുകളെ കാറി തുപ്പിയുമാട്ടിയിറക്കിയതോ മനപ്പൊന്മകന. അത് മനപ്പൊന്മകന. ഉള്ള മുതലിൽ വിരല് പതിപ്പിച്ചൊരു പത്രത്താളി ഉടുതുണി ഭാണ്ഡക്കെട്ടുകൾ പിറ്റേ ദിനവും മുറ്റത്തായി. പിറ്റേ ദിനവും മുറ്റത്തായി. ഒന്ന് വടിക്കൊരു തുണയായി ഇരുവരും ചുമലുകൾ പങ്കിട്ടു. ഉള്ളിലുതൊക്കി പരിഭവമെല്ലാം തനയൻ നന്മയ്ക്കായി. തന്നുടെ തനയൻ നന്മയ്ക്കായി. ഉറ്റവരായി വഴിപ്പോക്കർ നൽകിയ ചില്ലറ തൊട്ടുകളിൽ ഉണ്ടര വയർ നിറയ്ക്കാൻ അശനത്താലൊരു പാധേയം. അശനത്താലൊരു പാധേയം.
നിശയുടെ ഇരുളിൽ വെള്ളക്കീറായി മിന്നൽ പിണരുകളും ആശ നശിച്ചവരുടെ വസ്ത്രത്താൽ കുളിരുമകറ്റുന്നു, അവരുടെ കുളിരുമകറ്റുന്നു. പതിവായി ദിനകരനൊന്നും വെട്ടം നൽകി കടത്തുന്നേ, പലരും നാസിത്തുമ്പിൽ വിരലുകൾ വെച്ചു നിശബ്ദരുമായി, വിരലുകൾ വെച്ചു നിശബ്ദരുമായി. കരിവാളിച്ചൊരു വൃദ്ധജടങ്ങൾ കാസ്യത്തിനരികെ, കാക്കി ധരിച്ചൊരു പോലീസേമാൻ പേന ചലിപ്പിച്ചു, ഏമാൻ പേന ചലിപ്പിച്ചു. കാത്തൊരു വാരം മോർച്ചൊരു മുറിയിൽ ബന്ധുവിനെ തേടി, കരളും കുടലും മുദ്ര പതിച്ച വടിപ്പികളിൽ പേറി, അവടിപ്പികളിൽ പേറി. എല്ലാവർക്കും എൻ്റെ കവിത ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മൂലമായി ഈ കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.